ബിജു പങ്കച്ചുകൂടി നമുക്കൊപ്പം ചേരുന്നു. ബിജു, വി എസിൻ്റെ കയ്യേറ്റങ്ങൾക്കെതിരായ ധീരമായ പോരാട്ടം അത് റിപ്പോർട്ട് ചെയ്ത ആൾ കൂടിയാണ് ബിജു. ഇത്രയേറെ വലിയ സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു, അത് പല തലങ്ങളിൽ നിന്ന് സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിന് നേരെ വന്നു. പക്ഷെ അതിലൊന്നും പതറാതെ അതിനേക്ക് അവഗണിച്ചുകൊണ്ട് തൻ്റെ ലക്ഷ്യവുമായി മുന്നോട്ട് പോകാൻ അതിന് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള കളമൊരുക്കി കൊടുക്കാനൊക്കെ കഴിഞ്ഞു. എങ്ങനെയായിരുന്നു അന്നത്തെ ആ കാലം ഓർക്കുന്നത്? ബിജു, മ്യൂട്ട് ഒന്ന് മാറ്റാമോ? കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം പറഞ്ഞു. ഈ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയായിരുന്ന വി എസിനേക്കാൾ വലിയ കരുത്തനായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഒരു 7 വർഷം നിരന്തരമായ യാത്രകൾ നടത്താനായിട്ട് കഴിഞ്ഞു. അതായത് ഒരുപക്ഷെ ഭൂസമരങ്ങൾ, ഭൂമി പ്രശ്നങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, കയ്യേറ്റ പ്രശ്നങ്ങളൊക്കെ ഒട്ടും ജനകീയമല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ അതൊക്കെ ആ മേഖലയൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ വി എസ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ സജീവമായി ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഞങ്ങള് ഏറ്റവും ആദ്യം നടത്തിയ ഒരു യാത്ര എന്ന് പറയുന്നത് മതികെട്ടാനിലേക്കാണ്. മതികെട്ടാൻ പ്രശ്നം ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. അപ്പോൾ കെ എം മാണിയുടെ, അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന കെ എം മാണിയുടെ ബന്ധുക്കൾക്കെതിരെയാണ് ആരോപണം വന്നിരിക്കുന്നത്. അപ്പോൾ വി എസ് ഞങ്ങളെല്ലാവരും കൂടെ, അന്ന് വളരെ കുറച്ച് ചാനലുകൾ മാത്രമേ ഉള്ളൂ, ഞങ്ങളെല്ലാവരും കൂടെ മതികെട്ടാനിലെത്തി വി എസ് ഇങ്ങനെ മതികെട്ടാൻ ജീപ്പ് ഒരു ഭാഗം മാത്രമേ ചെല്ലുള്ളൂ. അപ്പം വി എസിന്റെ തൊട്ടുപുറയിലുള്ള വാഹനത്തിൽ ഞങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ വി എസിന്റെ വരവിനെ പ്രതിരോധിക്കാനായിട്ട് ഈ കയ്യേറ്റക്കാർ ആദിവാസികളെ മുന്നിൽ നിർത്തി അമ്പും മില്ലും ഒക്കെ കൊടുത്തിട്ട് അവിടെ ഒരു കിടങ്ങ് കുഴിച്ചു. അപ്പം ഞങ്ങളെല്ലാവരും അന്തം വിട്ടുപോയി. കാരണം എന്താ വെച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകും, വി എസിനെ ഒരു ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിട്ട് വി എസ് കൂളായിട്ട് അവിടെ ഇറങ്ങിയിട്ട്, അന്ന് സുരേഷ് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിന്റെ കൈപിടിച്ച് ഈ അമ്പും മില്ലും നിൽക്കുന്ന ആദിവാസികളുടെ ഇടയിലൂടെ മതികെട്ടാനിലേക്ക് കടന്നു. അയാൾക്ക് മറ്റേ കിടങ്ങൊക്കെ മറികടന്ന് അദ്ദേഹം പോയി അവിടുത്തെ ഭൂമി കയ്യേറ്റ പ്രശ്നങ്ങൾ, ഭൂമി കയ്യേറ്റം ഉള്ള പ്രദേശങ്ങളെല്ലാം നേരിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കും അതിലൂടെയാണ് ദൃശ്യം പകർത്താനായിട്ട് പറ്റും. ഒരുപക്ഷെ മതികെട്ടാൻ നാഷണൽ പാർക്ക് ആയതിന്റെ പിന്നിൽ വി എസ് ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നീട് വന്ന ശക്തമായ പ്രക്ഷോഭങ്ങൾ, വി എസിന്റെ നിലപാടുകളൊക്കെ കണക്കിലെടുക്കുമ്പോൾ മതികെട്ടാനെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചു. അല്ലെങ്കിൽ അതൊരു ടൂറിസം സ്പോട്ടായിട്ടൊക്കെ മാറുമായിരുന്നു. അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഇപ്പൊ 2007 മൂന്നാർ ദൗത്യത്തിലേക്ക് വന്നത് വാസ്തവത്തിൽ എൻ്റെ ഒരു അന്വേഷണാത്മക റിപ്പോർട്ടായിരുന്നു. കാരണം എൻ്റെ പഴയ ചാനലിൽ ഞാൻ കോട്ടയം വിജിലൻസ് ഓഫീസിൽ നിന്ന് മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് വെച്ചിട്ടോ ഇതൊക്കെയാണ് ഈ ലീഗൽ റിസോർട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. അന്ന് വി എസ് അധികാരത്തിലേക്ക് വരികയാണ്. അന്ന് പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി അന്ന് ദാവോസിൽ എന്തോ ഒരു ഫംഗ്ഷൻ പോയി തെന്നി വീണ് കാലൊക്കെ ഒഴിഞ്ഞ് ഒരു സ്ട്രക്ചറൊക്കെ ആയിട്ടാണ് അദ്ദേഹം NGO അസോസിയേഷന്റെ, കോൺഗ്രസ് സംഘടനയുടെ യോഗത്തിന് മൂന്നാറിലെത്തി. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ അന്വേഷണാത്മക റിപ്പോർട്ട് നമ്മൾ നിരന്തരമായി ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം ഉമ്മൻചാണ്ടിയെ ഞങ്ങൾ PT തോമസ് വഴി കണ്ടു. അന്ന് ജോൺ പെരുവന്താനവും സുലൈമാൻ റാവുത്തർ PT തോമസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഉമ്മൻചാണ്ടിക്ക് കാല് വയ്യെങ്കിലും ഒരു നല്ല പെരുമഴയാണ്. ആ പെരുമഴയത്ത് ഉമ്മൻചാണ്ടി വാഹനത്തിൽ ഞങ്ങൾ വാർത്ത ചെയ്ത ആ മേഖലയിലൂടെ ഒരു പര്യടനം നടത്തി. കാലുവെങ്കിലും അദ്ദേഹം വന്നു. എന്നിട്ട് അദ്ദേഹം താഴെ തിരികെ വന്ന് മൂന്നാറിൽ വന്നൊരു വാർത്താ സമ്മേളനം നടത്തി. വി എസ് കുറെ കാട് കയറിയതല്ലേ, വി എസ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ എന്നാൽ വി എസ് ഇത് ഒഴിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അങ്ങനെയാണ് മൂന്നാർ ദൗത്യം രൂപം കൊള്ളുന്നത്. അപ്പോൾ വി എസ് എന്ത് ചെയ്തു, ആ വെല്ലുവിളി ഏറ്റെടുത്തു. വി എസ് ആദ്യം ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി വെച്ചു ഒഴിപ്പിക്കാനായിട്ട്. ഡോക്ടർ രത്തൻ കേൽക്കർ ആയിരുന്നു ആ കമ്മിറ്റി. ഞങ്ങൾ ആ കമ്മിറ്റിയുടെ കൂടെ ഒരുപാട് മല കയറി. പക്ഷെ അതൊരു ഫലപ്രദമായില്ല. അവിടുത്തെ സംവിധാനം മുഴുവൻ കയ്യേറ്റക്കാർക്ക് അനുകൂലമായിരുന്നു. അങ്ങനെയാണ് വി എസിന്റെ പ്രത്യേക ദൗത്യ സംഘം, ഋഷായ് സിംഗ്, രാജു നാരായണ സ്വാമി, പിന്നെ സുരേഷ് കുമാർ, അങ്ങനെ ഒരു ദൗത്യ സംഘം വരുന്നത്. അപ്പൊ അതിനുശേഷം ഒഴിപ്പിക്കൽ, ആദ്യം പരിശോധന നടന്നു, പിന്നെ ഒഴിപ്പിക്കൽ വരുന്നു. അങ്ങനെ നമ്മുടെ വാർത്തകളോട് ഭയങ്കരമായി റെസ്പോണ്ട് ചെയ്തു. വാസ്തവത്തിൽ അന്ന് ഈ വാർത്ത ഈ റിസോർട്ടുകൾ ഇടിച്ചു പൊളിക്കുന്നു അങ്ങനെ ഒരു ഇതിലേക്ക് വന്നില്ല. പക്ഷെ നമുക്ക് ഇപ്പോഴും ചിന്തിക്കാൻ കഴിയുന്നില്ല, വി എസിന്റെ കാലത്ത് വി എസ് മോണിറ്റർ ചെയ്ത് മൂന്നാർ ദൗത്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത്. വാസ്തവത്തിൽ ഞങ്ങളൊക്കെ ഇപ്പോ മറ്റു ചാനലിലൊക്കെയുള്ള ആൾക്കാർക്ക്, നമ്മുടെ സഹപ്രവർത്തകർ, ഞങ്ങൾ ഏതാണ്ട് ഒരു 3 മാസത്തോളം അവിടെ നിരന്തരമായി അവിടെ താമസിച്ചുകൊണ്ട് ഈ ഭൂമി കുംഭകോണം റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഒരു വശത്ത് പൊളിക്കൽ നടക്കുന്നു,
അപ്പോൾ വി എസ് ഇടയ്ക്ക് വരും, ഒരു 3 ആഴ്ച കൂടുമ്പോഴൊക്കെ വി എസ് മല കയറി വരും, മുഖ്യമന്ത്രിയായിരിക്കും, എന്നിട്ട് ഇത് റിവ്യൂ ചെയ്യും. അപ്പോൾ വി എസിനെ കൂടുതൽ അടുത്തറിയാനായിട്ട് കഴിഞ്ഞു. വി എസ് എന്നെയും നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു. ഇതൊക്കെ പരസ്യമായിട്ട് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വി എസിനെ ഓർക്കുമ്പോൾ അത് നമുക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ദിവസം ഗസ്റ്റ് ഹൗസിലൊക്കെ, മൂന്നാർ ഗസ്റ്റ് ഹൗസിലെ റൈറ്റ് സൈഡിൽ കയറി ചെല്ലുമ്പോഴാണ് വി എസ് കിടക്കുന്ന മുറിയുള്ളത്. അപ്പോൾ ഒരു തവണ ഞാൻ ആ മുറിക്കകത്ത് കയറാൻ എനിക്ക് ഒരു അവസരം കിട്ടി. അപ്പം ഞാൻ നോക്കും വി എസ് കിടക്കുന്നത് കട്ടിലാണ്. ഒരു കട്ടിലുണ്ട്, കട്ടിലിൽ കൊതുപോലേക്ക് ഇട്ട് കിടക്കും. താഴെ ഒരു കിടക്കയൊക്കെ വിരിച്ച് സുരേഷും കിടക്കും. അപ്പൊ രാത്രിയിലൊക്കെ അപ്പൊ ഇവർ രണ്ടുപേരും ഒരേ മുറിയിലാണ്. അപ്പം സുരേഷിന്റെ ഒരു റിയാക്ഷൻ ഈ ആശുപത്രി കിടന്നപ്പം കണ്ടു. എനിക്കൊരു തവണ കൂടെ കിടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. വാസ്തവത്തിൽ അങ്ങനെയാണ്. മുഖ്യമന്ത്രി അദ്ദേഹം കൊതുവലയ്ക്കകത്ത് ഇങ്ങനെ കട്ടിൽ കിടക്കുന്നു, താഴെ സുരേഷ് കിടന്നുറങ്ങുന്നു. അതിനുശേഷം നിരന്തരമായ ബന്ധങ്ങളുണ്ടായി. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം വി എസ് അന്ന് പൊളിച്ച ഒരു റിസോർട്ട് പോലും വീണ്ടും പൊങ്ങിയിട്ടില്ല അവിടെ. അതൊരു സക്സസ്ഫുൾ ആയിരുന്നു. പിന്നീട് കോൺട്രവേഴ്സിയിൽ ആയതിനു ശേഷവും ശരിയാണ് ബിജു പറഞ്ഞ പോലെ ഒരുപക്ഷെ ഇത്രയേറെ ഊർജ്ജസ്വലനായി കാര്യങ്ങളിൽ ഇടപെടുകയും ഇപ്പോൾ 3 ആഴ്ചയിൽ ഒരിക്കൽ അദ്ദേഹം അവിടെ വന്ന് ഈ കാര്യങ്ങൾ വിലയിരുത്തുമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം ആ വിഷയങ്ങളെ ഏറ്റെടുത്തത് എന്ന്. അതിൻ്റെ ഒരു പരിധി വരെയെങ്കിലും ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ബിജു എന്നെ സൂചിപ്പിച്ച പോലെ മതികെട്ടാൻ ആ മേഖലയൊക്കെ കൃത്യമായി ഒരു പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി മാറി. ഇത് വി എസിൻ്റെ ഇടപെടൽ കൊണ്ടുകൂടിയാണ്. അല്ലെങ്കിൽ അത് റിസോർട്ട് മാഫിയൊക്കെ കൈയടക്കുന്ന നിലയിലേക്ക് ഇന്നൊരു ടൂറിസം സ്പോട്ടൊക്കെ ഒരുപക്ഷെ മാറിയേനെ. പക്ഷെ അത് പ്രകൃതിക്ക് വിരുദ്ധമായ നിലയിൽ എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ സംഭവിച്ചേനെ. അതിനെ തടയിടാൻ വി എസിന് കഴിഞ്ഞിരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിർണായകമായ ഓർമ്മകളാണ് ബിജു പങ്കുവച്ചത്.